ഹലോ എവരിവൺ, എല്ലാവർക്കും IAS മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQസിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോന്റെ ബേസ് എന്താണ്? നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 2014 തൊട്ട് 23 വരെയുള്ള എല്ലാ PYQസും പ്രിലിമിനറി എക്സാമിനേഷന്റെ പേപ്പർ 1 ചോദിച്ച എല്ലാ PYQസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ സബ്ജക്ട് വൈസ് സബ്ജക്റ്റിനകത്ത് ടോപ്പിക്ക് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്താണ്. അന്നേരം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ സംഭവത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താലും തെറ്റില്ല. ഓക്കെ, മെയിൻസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് പല ആൾക്കാരും മാറ്റിവെക്കുന്ന ഒരു ഏരിയ. പക്ഷേ ഇതിന്റെ വെയിറ്റേജ് എത്രയായിരുന്നു? ഓൾമോസ്റ്റ് 5.3%. ഏതാണ്ട് 53 ചോദ്യങ്ങൾ, 1000 ചോദ്യങ്ങളിൽ 53 ചോദ്യങ്ങൾ അഗ്രികൾച്ചറിൽ നിന്നാണ്. 53 ചോദ്യങ്ങൾ തന്നെയാണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് ചോദിച്ചത്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് ചോദിച്ചത് ആകെ 46 ചോദ്യങ്ങളാണ്. സോ ആർട്ട് ആൻഡ് കൾച്ചറിനേക്കാളും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അഗ്രികൾച്ചർ. 3 സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഇക്കോണമി, എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി, റിസോഴ്സ് ജോഗ്രഫി. സോ ഈ 3 സബ്ജക്റ്റുകളിലെയും ക്വസ്റ്റ്യൻസും അതിൽ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകാൻ പോകണം കേട്ടോ. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 53 ചോദ്യങ്ങളാണ് മൊത്തം ചോദിച്ചത്. അതിൽ തന്നെ ഇന്ത്യൻ ഇക്കോണമിയിലെ ആ അഗ്രികൾച്ചർ പാർട്ടാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് അഗ്രികൾച്ചർ ചോദിക്കുന്നത്. ദെൻ കെയിം റിസോഴ്സ് ജോഗ്രഫി. ഓക്കെ, റിസോഴ്സ് ജോഗ്രഫിക്കകത്ത് നമ്മൾ അല്ലെങ്കിൽ ഇക്കണോമിക് ജോഗ്രഫിക്കകത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? അഗ്രികൾച്ചർ പഠിക്കുന്നുണ്ട്. സോ റിസോഴ്സ് ജോഗ്രഫിയിൽ നിന്ന് 18 ചോദ്യങ്ങൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട്. ആൻഡ് ഫൈനലി എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി 10 ചോദ്യങ്ങൾ. ആ എൻവയോൺമെന്റ് ഇക്കോളജിയിൽ നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നിട്ട് 10 ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് വന്നു എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്നിലേക്കും കടക്കാൻ പോവാണ്. ഓക്കെ, 1 by 1 ആയിട്ട്, സോറി ഇത് 25 ആണ്. 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നിലും കടക്കാൻ പോവുകയാണ്. ഇക്കോണമിന്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അഗ്രികൾച്ചറിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് 6 ചോദ്യങ്ങളുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ്, നമ്മുടെ അഗ്രികൾച്ചർ പ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയില്ലേ, അതിൽ നിന്ന് 5. ഫാം സബ്സിഡീസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ഇങ്ങനത്തെ ഏരിയയിൽ നിന്ന് 4 ചോദ്യങ്ങൾ. ഫുഡ് പ്രോസസിംഗ്, മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ 3. ദ ബാക്ക്വേർഡ് ലിങ്കേജ് ഓഫ് അഗ്രികൾച്ചർ. ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയുന്നത്? നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇറിഗേഷൻ, ആ ഒരു ഏരിയ 3. പിന്നെ അതർ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് സ്കീംസ്, ഗ്ലോബൽ ആസ് വെൽ ആസ് നാഷണൽ, അത് നമുക്ക് നോക്കണം. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ, പിന്നെ ഇന്റർ റിലേറ്റഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് നിന്ന് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് വന്നു എന്ന് അറിഞ്ഞിരിക്കുക. സോ നമ്മൾ വീണ്ടും 1 by 1 ആയിട്ട് അതുകൊണ്ട് എന്താണ് ഓരോ ഇതിലേക്കും പോകണം. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോകണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഫുഡ് സെക്യൂരിറ്റിയിൽ നിന്ന്, ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ്, അതിന്റെ നേച്ചർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഇന്ത്യൻ ഇക്കോണമിന്റെ ഒരു എക്സ്പേർട്ട് അല്ല. നിങ്ങൾക്കൊരു ഒരു ഗൈഡൻസ് തരാനേ എനിക്കിവിടെ സാധിക്കത്തുള്ളൂ. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് ഞാൻ വെക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് എനിക്ക് ഷോ ചെയ്യാൻ പറ്റും, എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. സോ നിങ്ങൾ ഏത് ആംഗിൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ആയിരിക്കും എനിക്ക് തരാൻ സാധിക്കുന്നത്. സോ ഈ സ്ലൈഡിൽ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും സീഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം സീഡ് റീപ്ലേസ്മെന്റ് റേറ്റ്. ഓക്കെ, സീഡ് റീപ്ലേസ്മെന്റ് റേറ്റുമായിട്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സീഡ് വില്ലേജ് കോൺസെപ്റ്റുമായിട്ട്. ബേസിക്കലി ഫുഡ് സെക്യൂരിറ്റിക്ക് സീഡ്സിന്റെ, ഹെൽത്തി സീഡ്സ് ഒക്കെ അതിന്റെ അവൈലബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് 2 ചോദ്യങ്ങൾ ഈ 10 കൊല്ലത്തില് 2 ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കാം. സോ നമുക്ക് സീഡ് റീപ്ലേസ്മെന്റ് റേറ്റ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദ്യം, 3 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇതിലെ ഓരോ ക്വസ്റ്റ്യനിലെയും ഓരോ ഓപ്ഷൻസിലേക്കൂടെ ഞാൻ കടന്നു പോകുന്നില്ല. ആ ഏരിയ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള സീഡ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സോ ആ ഏരിയയിൽ നിന്നും എന്ത് ചെയ്തു, ചോദ്യം വന്നു എന്ന് അറിഞ്ഞിരിക്കാം. സോ ഇതാണ് ഫുഡ് സേഫ്റ്റിയിലെ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞ്. പിന്നെ നോക്കുവാണെങ്കിൽ അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിക്കോ. വിത്ത് റെഫറൻസ് ടു ഇനിഷ്യേറ്റീവ് ഫോർ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് അകത്ത് നിങ്ങൾ എന്തും കൂടി പഠിച്ചോണം, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം.
ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ പറയുന്നത്, ഏതാണ്ട് 40% ഇന്ത്യൻ കുട്ടികൾ മാൽനറിഷ്ഡ് ആണ്. ഓൾമോസ്റ്റ് 1/3 ഇന്ത്യൻ ചിൽഡ്രൻ ദേ ആർ സ്റ്റണ്ടഡ്, 1/5 ആയിട്ടുള്ള കുട്ടികൾ എന്താണ് വേസ്റ്റഡ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി ഗ്രേവ് ഇഷ്യൂ. അതുകൊണ്ടാണ് ഈ ഫുഡ് സെക്യൂരിറ്റി, അതിനകത്ത് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻസ് വന്നിരിക്കാം. സോ അത് വേണ്ടിയിട്ട് നമ്മൾ ഇന്റൻസീവ് മില്ലറ്റ് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മില്ലറ്റിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ റീസൺ ഒന്ന് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ, 2 റൈസ് ആൻഡ് വീറ്റിന്റെ കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വാട്ടർ റിസോഴ്സസിന് കൂടുതൽ സ്ട്രെസ് ആവുകയാണ്. ഭയങ്കര ഹൈലി വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ആണ് റൈസിന്റെയും വീസിന്റെയും. ഈ MSP, അവിടെയാണ് നിങ്ങൾ MSP ആയിട്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. റൈസിനും വീറ്റിനും നല്ല MSP കിട്ടുന്നത് കൊണ്ട് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ കർഷകർ റൈസും വീറ്റും കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. സോ ആ 2 ആംഗിളിൽ വേണം നിങ്ങൾ മില്ലറ്റ് പ്രൊമോഷനെ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കേരളത്തിലെ ആദിവാസി കുടികളൊക്കെ. ആദിവാസികളൊക്കെ അത്യാവശ്യം ന്യൂട്രീഷണൽ ഹെൽത്തി ആയിരുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു റാഗി കഴിക്കണ്ട, എന്താണ് അരിയും ഗോതമ്പും നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അവർ റാഗി കഴിക്കുന്നത് നിർത്തിയോ അന്ന് തൊട്ട് അവർക്ക് ന്യൂട്രീഷണൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. സോ മില്ലറ്റ്സിന് നമ്മുടെ ഒരു വാട്ടർ റിസോഴ്സസിൽ ഇടുന്ന ആ പ്രഷർ കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും എന്താണ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനായിട്ടും റാഗി, ബജ്ര പോലത്തെ മില്ലറ്റ്സിന് സാധിക്കുന്നു. സോ ആ ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നൊരു ചോദ്യം വന്നത് എഡിബിൾ ഓയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന എഡിബിൾ ഓയിൽസിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 2017 or 18 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അന്നത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എഡിബിൾ ഓയിൽസിന്റെ വില ഭയങ്കരമായിട്ട് ഉയർന്നായിരുന്നു. നമുക്ക് ഇന്ത്യ വി ആർ നോട്ട് സെൽഫ് സഫിഷ്യന്റ് വിത്ത് റിഗാർഡ്സ് ടു എഡിബിൾ ഓയിൽ. അപ്പൊ അത് പാം ഓയിൽ ആയിക്കോട്ടെ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ. ഇന്നും ഏതാണ്ട് അതേ ഇഷ്യൂ ഉണ്ട്. യുക്രൈൻ എടുത്ത് നോക്കിക്കോ, യുക്രൈൻ ആയിരുന്നു വൺ ഓഫ് ദി ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സൺഫ്ലവർ ഓയിൽ. അപ്പം യുക്രൈൻ വാർ അതോട് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ എഡിബിൾ ഓയിൽ ഒരു ഹോട്ട് ഏരിയ ആണ്. നമുക്ക് വി ആർ ഇമ്പോർട്ടിങ്. നമ്മുടെ മച്ച് ഓഫ് ദി ഡിമാൻഡ് ആർ മെറ്റ് ത്രൂ ഇമ്പോർട്ട്സ്. സോ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആംഗിളിൽ എഡിബിൾ ഓയിൽസിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമുക്ക് നോക്കാം അടുത്തത്. ഫുഡ് സെക്യൂരിറ്റി മാത്രമല്ല, സേഫ്റ്റിയും UPSC കൺസേൺഡ് ആണ്. ഫുഡ് സെക്യൂരിറ്റിയിൽ മാത്രമല്ല, ഫുഡ് സേഫ്റ്റിയിലും UPSC കൺസേൺ ആണ്. സോ ഫുഡ് സേഫ്റ്റി എങ്ങനെയാണ് ഇന്ത്യയിൽ എൻഷുർ ചെയ്യുന്നത്, ആ സിസ്റ്റം എന്താണ് എന്ന് ജസ്റ്റ് നോക്കുക. ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ള നിങ്ങൾ ബ്യൂറോക്രസിന്റെ ഭാഗമാകാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങളാണ് ഈ സിസ്റ്റം പരിപാലിക്കേണ്ടത്. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഒരു ഓപ്ഷനിൽ അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിനെ പറ്റിയിട്ടാണ് ചോദ്യം വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി അല്ല, സെക്യൂരിറ്റി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ NFSA ആക്ടിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. സോ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേന് അവിടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഫുഡ് സെക്യൂരിറ്റിന്റെ കൂടെ ഫുഡ് സേഫ്റ്റിയും കൂടി അറിഞ്ഞിരിക്കണം. ഇത് കോറിലേറ്റഡ് ആണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുന്നത്, ഫുഡ് പ്രോസസ്സിംഗ് എന്ന് വന്നിരിക്കുന്ന സാധനം കൂടി വരുന്നുണ്ടല്ലോ. ആൻഡ് നമ്മളെല്ലാവരും ഇന്ന് ഒത്തിരി എന്താ പറയുന്നത്, പ്രോസസ്ഡ് ആൻഡ് പാക്കേജ്ഡ് ഫുഡ് കഴിക്കുന്ന മനുഷ്യരും കൂടിയാണ്. സോ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി, ഫുഡ് സേഫ്റ്റി, ഈ 2 ആംഗിളിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ത്യൻ ഇക്കോണമിയിലെ അഗ്രികൾച്ചറിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഏരിയയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് അഗ്രികൾച്ചർ പ്രൈസിംഗ്. ബേസിക്കലി അഗ്രികൾച്ചർ പ്രൈസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ MSP ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ ഏതൊക്കെയാണ്. ഓൾമോസ്റ്റ് 7 ക്രോപ്സിനെ പറ്റി തന്നു. അതില് ദി കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് MSP ഇവിടെ ചെറുത് സ്നിപ്പ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. അവർ MSP ഏതിലൊക്കെയാണ് അനൗൺസ് ചെയ്തതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു കറണ്ട് അഫയേഴ്സ് സംഭവമായിരുന്നു കേട്ടോ. അന്ന് കോഫിക്കും കൂടി MSP കൊടുക്കണം എന്ന് പറഞ്ഞ ചെറിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് വരാൻ പറ്റില്ല. കാരണം 3 ഇല്ലാത്ത ഏക ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ നോക്കൂ, സിസ്റ്റം അഗെയിൻ പ്രൈസിംഗില് സിസ്റ്റം ഇൻവോൾവ് ആണ്, ഗവൺമെന്റ് മെഷീനറി ഇൻവോൾവ് ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബീങ് ആൻ ആസ്പിറന്റ് ബ്യൂറോക്രാറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദി ഫെയർ ആൻഡ് റെമ്യൂണറേറ്ററി പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് അപ്രൂവ്ഡ് ബൈ, ആരാണ് അപ്രൂവ് ചെയ്യുന്നത്? സോ ഈ MSP റെജീമുമായിട്ട് ബന്ധപ്പെട്ട് MSP റെജീം നിങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ
വീണ്ടും MSP റെജീമിൽ നിന്ന് തന്നെയാണ് ചോദ്യം. ദി ഇക്കണോമിക് കോസ്റ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ദി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് ബോണസ് പെയ്ഡ് ടു ദി ഫാമേഴ്സ് പ്ലസ് റെജീമിൽ നിന്നുള്ള ചോദ്യം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് പോളിസീസ് അഫക്ട് ദി പ്രൈസ് ഓഫ് റൈസ് ഇൻ ഇന്ത്യ? ഇത് റെജീം അല്ല, അഗ്രികൾച്ചർ പ്രൈസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് എന്നറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം വീണ്ടും MSP റെജീമിൽ നിന്നാണ്. ഓക്കെ, MSP 5 നേരത്തെ കണ്ടു, അതിൽ 4 MSP റെജീമിൽ നിന്നാണ്. ഇൻ കേസ് ഓഫ് ഓൾ സീരിയൽസ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്, പ്രൊക്യൂർമെന്റ് അറ്റ് MSP ഈസ് അൺലിമിറ്റഡ് ഇൻ എനി സ്റ്റേറ്റ് UT. ബേസിക് സംഭവം, നിങ്ങൾക്ക് സംഭവം ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനത്തെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഇൻപുട്ട് നമ്മുടെ ഫാക്കൽറ്റീസിന് നമുക്ക് തരാൻ സാധിക്കും. ഓക്കെ, എഗെയിൻ ഞാൻ നിങ്ങളെ ഈ അവസരം നമ്മുടെ റിവിഷൻ പ്രോഗ്രാമിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ ഫോർമാറ്റിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ഓപ്ഷൻസിലും കൂടിയും കടന്നു പോകും. സോ നമ്മുടെ ഇക്കണോമിക് ഫാക്കൽറ്റി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി അക്കാഡമിക് ഡെപ്തിൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ജസ്റ്റ് ആ ഒരു ലൈറ്റ് ഷോ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. പിന്നെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഫാം സബ്സിഡീസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന് ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റിലെ റോൾ എന്താണ് എന്നുള്ളതാണ് ബേസിക് ചോദ്യം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതിങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുക. ആ അഗ്രികൾച്ചർ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ് അവിടെ കൂടുതലും ഇൻവോൾവ് ആകുന്നത്. പിന്നെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണം അഗ്രികൾച്ചറിൽ എന്താണ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതില് ആ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. സോ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ നമുക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? എഗെയിൻ ബേസിക് ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോൺസെപ്റ്റ് ഉള്ള ആർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യമായിരുന്നു ഈ ചോദ്യം എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വന്നിരിക്കുന്നു സ്കീമുകളെ പറ്റിയിട്ട്, 2 സ്കീമുകളെ പറ്റിയിട്ട് ചോദ്യമുണ്ട്. പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന, അതിനെ പറ്റിയിട്ട് ചോദ്യം. നമ്മുടെ ഇൻഷുറൻസ് സ്കീമുമായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ നിന്നും ചോദ്യം. ആൻഡ് ഈ സ്കീമുകളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനും നമ്മുടെ ഇവിടുത്തെ ഒരു മെന്ററുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, സ്കീംസിന്റെ ചോദ്യങ്ങൾ വരുന്നതിൽ നമുക്ക് എല്ലാ സ്കീംസും പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്ലാഗ്ഷിപ്പ് സ്കീംസ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ഫ്ലാഗ്ഷിപ്പ് സ്കീംസിന്റെ പെർഫോമൻസ് അതിൽ ഇക്കണോമിക് സർവേയിലെയും ബജറ്റിലെയും അതിൽ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ, ആ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനത്തെ സ്കീംസിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തെ വെയിറ്റേജ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ്. അഗെയിൻ നമ്മൾ ഫുഡ് സേഫ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞില്ലായിരുന്നോ? ഫുഡ് സെക്യൂരിറ്റി അല്ല, ഫുഡ് സേഫ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞില്ലായിരുന്നോ? അത് ഇമ്പോർട്ടന്റ് ആകാനായിട്ടുള്ള കാരണം ഫുഡ് പ്രോസസിങ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. സോ ആ ഏരിയയിൽ നിന്ന് വീണ്ടും, സോ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിനെ നമുക്ക് ഫുഡ് പ്രോസസിംഗിൽ ഇടാം, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലും ഇടാം. നോക്കിയേ, ഇൻ ഇന്ത്യ മാർക്കറ്റ്സ് ഇൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആർ റെഗുലേറ്റഡ് അണ്ടർ വിച്ച് ആക്ട്? സോ ബേസിക്കലി നിങ്ങൾ റെജീം അറിഞ്ഞിരിക്കണം. ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റെജീം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വീണ്ടും സെയിം സംഭവം. വിത്ത് റെഫറൻസ് ടു പ്രീ പാക്കേജ്ഡ് ഐറ്റംസ് ഇൻ ഇന്ത്യ, it is mandatory to the manufacturer to put which of the information on the main label? ആ റെജീം, ആ ലെജിസ്ലേഷൻസ്, ഗവേണൻസ് മെക്കാനിസം, ആ ഏരിയ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ചോദ്യം പക്ക അഗ്രികൾച്ചറിന്റെ ഒരു മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സ്കീം, അതിനെ പറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ഉണ്ടായെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ വെയിറ്റേജ് ഇന്ത്യൻ ഇക്കോണമിയിൽ അഗ്രികൾച്ചറിൽ വരുന്നത് ബാക്ക്വേർഡ് ലിങ്കേജ് ആണ്. നമ്മുടെ ഇറിഗേഷൻ, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ആ ഏരിയയിൽ നിന്നാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം, അതിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ്, ഈ 2 എണ്ണം. ഇനി ഇവിടെ വരുവാണെങ്കിൽ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ട്. ഈ ചോദ്യം വരാനായിട്ടും ഒരു കാരണം ഉണ്ടായിരുന്നു. ഇതും 16 to 18 ആ ടൈമിൽ വന്നൊരു ചോദ്യമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സിന് ക്ഷാമം ഉണ്ടാകുന്നു. ആൻഡ് അന്ന് മെയിൻലി ഇന്ത്യയിൽ ഫെർട്ടിലൈസേഴ്സിന് ക്ഷാമം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. കാരണം നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസ് അത് ഇന്ത്യയിൽ ഇല്ല. നമ്മുടെ 70 to 80% ഡിമാൻഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. പൊട്ടാഷ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതും ഒരു നോർത്ത് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ്. ഇന്ത്യ
നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യേണ്ട റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ 70% ഐ തിങ്ക് ഇറ്റ്സ് മൊറോക്കോയിൽ നിന്നാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതർ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് സ്കീംസ്, ഓക്കെ, ആ ഒരു ആംഗിളിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കാണാൻ പറ്റും. FAO-നെ പറ്റിയിട്ട് നോക്കിയേക്ക് കേട്ടോ. അത് നിങ്ങൾക്ക് എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയിലും ഇമ്പോർട്ടന്റ് ആണ്, ഇക്കോണമിയിലും ഇമ്പോർട്ടന്റ് ആണ്. FAO-ന്റെ ഒരു സ്കീമിനെ പറ്റിയിട്ട് ചോദിച്ചു, ഗ്ലോബലി ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റം. കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു ആ ചോദ്യം. പിന്നെ സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ് സ്കീം, ഈ ടൈമിൽ യുനോ റീസെന്റ് ആയിട്ട് ഭയങ്കര പ്രൊവന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. കർഷകരെ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തി ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി ലാൻഡ് മാറ്റുന്ന പരിപാടി, സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു കാര്യം, പഠിക്കാൻ ഇച്ചിരി ഡൾ ആയിട്ടുള്ള ഏരിയ, ഇന്ത്യ ആൻഡ് WTO. ഓക്കെ, സോ ഇന്ത്യ ആൻഡ് WTOയിൽ എപ്പോഴും ഇന്ത്യയും US പോലത്തെ വെസ്റ്റേൺ രാജ്യങ്ങളായിട്ട് അടി ഉണ്ടാകുന്ന സംഭവമാണ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. സോ അതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് തന്നെ പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരിക്കാം. സോ ഇതാണ് ഇക്കോണമിയിൽ നിന്ന്. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ്. സോ നമ്മൾ ഏരിയ ഐഡന്റിഫൈ ചെയ്തു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഇങ്ങനത്തെ ഏരിയാസിൽ നിന്ന് വരാമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു PCM ബാച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ഇത് ബേസിക്കലി നിങ്ങളുടെ റിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഉതകുന്ന രീതിക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് റിസോഴ്സ് ജോഗ്രഫി അല്ലെങ്കിൽ ഇക്കണോമിക് ജോഗ്രഫി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് പോകാം. ഓക്കെ, ഏതാണ്ട് 18 ചോദ്യങ്ങളാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ പാർട്ട് ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ. സെക്കൻഡ് വിൽ ബി ഫാമിംഗ്, ലാൻഡ് യൂസേജ്, ഇറിഗേഷൻ, അഗ്രികൾച്ചറൽ ഇൻപുട്സ്, അഗ്രികൾച്ചറൽ മാനേജ്മെന്റ്. ഇതാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ക്രോപ്സിലേക്ക് പോവാം. ഓക്കെ, ഇക്കോണമിയാണ് അല്പം ചലഞ്ചിങ്. റിസോഴ്സ് ജോഗ്രഫിയും എൻവയോൺമെന്റ് ഇക്കോളജിയും ഭയങ്കര സിമ്പിൾ ആണ്. ഏരിയ തന്നിട്ടുണ്ട്, ക്രോപ്സ് തന്നിട്ടുണ്ട്, കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ നോക്കിയോ, ഹു ഇസ് ദി ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് റൈസ് ഇൻ ദി വേൾഡ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, കോട്ടൺ, ഇങ്ങനത്തെ മേജർ ക്രോപ്സ് എടുക്കുക. അത് കൺട്രി വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം, സ്റ്റേറ്റ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നിങ്ങളോട് നോക്കിയോ, പൾസിനെ പറ്റിയിട്ട് വിത്ത് റെഫറൻസ് ടു പൾസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ, ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി. ഗ്രീൻ ഗ്രാം alone accounts for nearly half of pulse production. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നറിഞ്ഞിരിക്കുക. അത് ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും ഇവിടെയും അങ്ങനെ തന്നെ. With reference to cultivation of kharif crops, area under rice cultivation is the highest. So again ആ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കണം, ഹയസ്റ്റ് ഏതാണ്, ലോവസ്റ്റ് ഏതാണ്, ആദ്യത്തെ 2-3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം വന്നു, ആ ക്രോപ്പിന്റെ വിശേഷണങ്ങൾ അവതരിപ്പിച്ചു. ഇത് ഏത് ക്രോപ്പ് ആണെന്നുള്ളതാണ്, ബേസിക്കലി കോട്ടൺ ആണ്. കോട്ടനെ പറ്റിയിട്ട് ഒരു ചോദ്യം, അതിന്റെ ഫീച്ചേഴ്സ് വന്നിട്ട് ഏത് ക്രോപ്പ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ഷുഗർ കെയിനിൽ നിന്നും ചോദ്യങ്ങളാണ്, കാരണം ഇന്ത്യയിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയാണ് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. കൾട്ടിവേഷൻ ഓഫ് ഷുഗർ കെയിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ സംഭവങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്രോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത്. പാം ഓയിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. സോ എഡിബിൾ ഓയിൽസ്, അതാ പറഞ്ഞത്, എഡിബിൾ ഓയിൽസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മുടെ റിക്വയർമെന്റ് 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ റിസോഴ്സ് ജോഗ്രഫിയിൽ നിന്നും ചോദ്യമുണ്ട്, ഇക്കണോമിയിൽ നിന്നും ചോദ്യമുണ്ട്. പാം ഓയിലിനെ പറ്റിയിട്ട് ജോഗ്രഫിക്കലി കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ട് അതിൽ ഏതൊക്കെ കറക്റ്റ് എന്ന് ചോദിച്ചു. അഗെയിൻ ഇവിടെ ക്രോപ്സിന്റെ ഫീച്ചേഴ്സ്, ജനറൽ ഫീച്ചേഴ്സ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം, ലീസ്റ്റ് വാട്ടർ എഫിഷ്യന്റ് ക്രോപ്പ് ഏതാണ്. സോ ആ സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കുക. റിസോഴ്സ് ജോഗ്രഫിയിൽ അത്ര നോക്കിയാൽ മതി. അഗെയിൻ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്, ആന്ധ്ര, കേരള, ഹിമാചൽ, ത്രിപുര. ഇതില് ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, ബേസിക് സ്റ്റാറ്റ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. സോ ക്രോപ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ. പിന്നെ ചോദ്യങ്ങൾ വരുന്നത് ഫാമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ. ബേസിക് കോൺസെപ്റ്റ് ആയിട്ടൊരു ചോദ്യം, ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റീൽ ഫോർ വുഡൻ പ്ലോ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, റൈറ്റ് നോക്കാം. സോ ബേസിക് കോൺസെപ്റ്റ് എന്ന ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പല ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇപ്പോൾ പുതിയ റീസെന്റ് ആയിട്ട്, അതായത് അതാണ് നമ്മൾ റിസോഴ്സ് ജോഗ്രഫിയിലും എൻവയോൺമെന്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി, ഫുഡ് സെക്യൂരിറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ക്ലൈമറ്റ് ചേഞ്ചിനെ നിന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. സോ ചില ചോദ്യങ്ങൾ നമുക്ക് റിസോഴ്സ് ജോഗ്രഫിയിൽ ഉൾപ്പെടുത്തണോ അതോ എൻവയോൺമെന്റിൽ ഉൾപ്പെടുത്തണോ എന്നുള്ള കൺഫ്യൂഷൻ കാണും. ബട്ട് അതിന്റെ ബേസ് ഇതാണ്, ക്ലൈമറ്റ് ചേഞ്ച് അഗ്രികൾച്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് കൾട്ടിവേഷൻ.
ഓക്കെ, സോ അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ കൺസർവേഷൻ അഗ്രികൾച്ചർ അഗെയിൻ കൺസർവേഷൻ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദി സർക്കംസ്റ്റൻസസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ ദി കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ അഗ്രികൾച്ചർ അസ്യൂം സിഗ്നിഫിക്കൻസ്. സോ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന ഓപ്ഷൻസ് 5 തന്നിട്ട് കറക്റ്റ് എണ്ണം പിക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. ഓർഗാനിക് ഫാമിങ്, ഇപ്പുറത്തെ കൺസർവേഷൻ അഗ്രികൾച്ചർ ആണെങ്കിൽ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ഓർഗാനിക് ഫാമിങ്. ഓർഗാനിക് ഫാമിങ് അന്ന് പ്രത്യേകം ചോദിക്കാനായിട്ടുള്ള റീസൺ, ആ വർഷം സിക്കിമിനെ ദ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസോഴ്സ് ജോഗ്രഫിയിൽ നിന്ന് ഓർഗാനിക് ഫാമിങ്ങിൽ നിന്ന് ചോദ്യം. സോ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് എപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ലാൻഡ് യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് അത് അഗ്രികൾച്ചറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അത് ബേസിക്കലി സോയിൽ അല്ലെങ്കിൽ ലാൻഡ് യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ ഇന്ത്യന്റെ ലാൻഡ് യൂസേജുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്സിൽ നിന്ന് ചോദ്യം. ഇന്ത്യ ഹാസ് മോർ അറബിൾ ഏരിയ ദാൻ ചൈന. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇറിഗേറ്റഡ് ഏരിയ ഇസ് മോർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു ചൈന. ഓക്കെ, സോ ഇത് ബാക്ക്വേർഡ് ലിങ്കേജുമായിട്ട് കണക്റ്റഡ് ആണ്, എന്നാൽ ലാൻഡ് യൂസേജുമായിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞിരിക്കാം. ഇറിഗേഷനിൽ നിന്ന് ഒരു ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ അഡ്വാൻറ്റേജ് ഓഫ് പ്രാക്ടീസിങ് ഡ്രിപ്പ് ഇറിഗേഷൻ? ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, ഇറിഗേഷനിൽ നിന്ന് ഒരു ചോദ്യം. അഗ്രികൾച്ചറൽ ഇൻപുട്ടിൽ നിന്നും ഒരു ചോദ്യം. ഒരു പെസ്റ്റിസൈഡ് ഉണ്ട് കാർബോഫ്യൂറൺ എന്ന് പറഞ്ഞ, അന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്നും കത്തി നിന്ന ഒരു പെസ്റ്റിസൈഡ് ആയിരുന്നു കാർബോഫ്യൂറൺ. അതിൽ നിന്ന് ചോദ്യം ഇതാണ്. പിന്നെ അഗ്രികൾച്ചറൽ മാനേജ്മെന്റിൽ നിന്നും ഒരു ചോദ്യം വിത്ത് റെഫറൻസ് ടു ദി ടീ ബോർഡ്. ടീ ബോർഡിൽ നിന്നൊരു ചോദ്യം. സോ ടീ ബോർഡിൽ നിന്നൊരു ചോദ്യം ഉണ്ടായി. സോ ഇനി എന്തൊക്കെ വേണമെന്ന് ചോദിക്കാം? ഇതേപോലെ കോഫി ബോർഡ് ഉണ്ട്, റബ്ബർ ബോർഡ് ഉണ്ട്. ഓക്കെ, സോ അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആ ഒരു ഏരിയ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടീ ബോർഡ് ചോദിച്ചു, ഇനി കോഫി ബോർഡോ റബ്ബർ ബോർഡോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ആൻഡ് ഫൈനലി നമുക്ക് എൻവയൺമെന്റിലേക്ക് വരാം. 10 ചോദ്യങ്ങളാണ് എൻവയൺമെന്റലായിട്ട് ആ സബ്ജക്റ്റിൽ അഗ്രികൾച്ചറിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്നോവേഷൻസ്, ക്ലൈമറ്റ് ചേഞ്ചിനെ മറികടക്കാൻ വേണ്ടി ഒത്തിരി ഇന്നോവേഷൻസ് വരുന്നുണ്ട് അല്ലേ? ആ ഒരു ഏരിയയിൽ നിന്ന് 5 ചോദ്യങ്ങൾ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് വന്നിരിക്കുന്ന ഒരു തിയറി ഉണ്ട്, അതിൽ നിന്ന് 3. അഗ്രികൾച്ചറൽ മെത്തേഡ്സിൽ നിന്ന് 2. നമുക്ക് ഓരോ ചോദ്യങ്ങളും 1 by 1 ആയിട്ട് നോക്കാം. ഇന്നോവേഷൻസ് ഇൻ അഗ്രികൾച്ചർ, ദി ക്ലസ്റ്റർ ബീൻ ഓർ ഗുവാർ. ഓക്കെ, അത് ബേസിക്കലി ഒരു ആനിമൽ ഫീഡാണ്, കൂടുതലും ആനിമൽ ഫീൽഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് റീസെന്റ് ഭയങ്കരമായിട്ട് ന്യൂസിലുണ്ടായി. എന്താണ് അതിന്റെ കാരണം? ഓക്കെ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സീറോ ടില്ലേജ് ഇൻ അഗ്രികൾച്ചർ? ഓക്കെ, അഗെയിൻ ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ്, അഗ്രികൾച്ചർ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫെർട്ടിഗേഷൻ ഇൻ അഗ്രികൾച്ചർ? ഓക്കെ, സോ ഇങ്ങനത്തെ കോൺസെപ്റ്റുകൾ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന ഇന്നോവേഷൻസ്. റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം. ഓക്കെ, അതിൽ ബയോഫിൽറ്റേഴ്സിന്റെ റോള്. സോ ബയോഫിൽറ്റേഴ്സ്, സോ ഇങ്ങനത്തെ ഇത് അറിഞ്ഞിരിക്കുക. അഗെയിൻ അടുത്തൊരു ഇന്നോവേഷൻ ആയിരുന്നു നീം കോട്ടഡ് യൂറിയ. ഓക്കെ, നീം കോട്ടഡ് യൂറിയ, അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ രീതിക്കുള്ള ചോദ്യങ്ങളാണ് ഇന്നോവേഷൻസ് ഇൻ അഗ്രികൾച്ചറിൽ നിന്ന് വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലേക്ക് നോക്കാം. ഓക്കെ, സസ്റ്റൈനബിൾ ഷുഗർ കെയിൻ ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ഒരു സ്കീമാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചർ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കൺസിഡർഡ് ടു ബി പ്രാക്ടീസ് ഓഫ് ഇക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചർ? ഓക്കെ, പിന്നെന്താ പറഞ്ഞ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിനെ പറ്റിയിട്ടും ചോദിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം നോക്കിയോ. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, ഓക്കെ, ഇക്കോ ഫ്രണ്ട്ലി അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ഷുഗർ കെയിൻ ഇനിഷ്യേറ്റീവ്, നീം കോട്ടഡ് യൂറിയ, ഓക്കെ, ഫെർട്ടിഗേഷൻ, ബയോഫിൽറ്റേഴ്സ്, എല്ലാം തന്നെയും ഇങ്ങനത്തെ ഇന്നോവേഷൻസ് ആയിക്കോട്ടെ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പോലത്തെ കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം വരുന്നതിന്റെ റീസൺ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി 2 ചോദ്യങ്ങൾ. അഗ്രികൾച്ചറൽ മെത്തേഡ്സ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വാട്ട് ഈസ് ദി യൂസ് ഓഫ് ബയോചാർ ഇൻ ഫാമിംഗ്? 2 ക്ലാസിഫിക്കേഷൻ. ഇതില് ചിലപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു കൺവെൻഷൻ ആയിരിക്കത്തില്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇതിലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് ഇക്കോണമിയിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നാം. ചില ജോഗ്രഫിയിൽ ഞാൻ സംസാരിച്ച ചില ടോപ്പിക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് എൻവയോൺമെന്റിൽ വരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നാം. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, നമ്മൾ പഠിച്ചു വെക്കുന്ന രീതി. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ തന്നെ ബയോചാർ ഇൻ ഫാമിംഗ്, ഇത് ചില ആൾക്കാർ റിസോഴ്സ് ജോഗ്രഫിയിലായിരിക്കും ഉൾപ്പെടുത്താൻ പോകുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. ഒരു ഐഡിയ. ഓക്കെ, അഗ്രികൾച്ചറിന് ആർട്ട് ആൻഡ് കൾച്ചറിനേക്കാളും ഇന്റർനാഷണൽ റിലേഷൻസിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക.
സോ ഓരോ ചോദ്യങ്ങളും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഏരിയാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങളുടെ ബേസിക് നോളജ് യൂസ് ചെയ്ത് കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾ അത്യാവശ്യം സീരിയസ്നെസ് എന്ത് ചെയ്യുക, ഇതിന് കൊടുക്കുക. ആൻഡ് അഗെയിൻ ഫൈനലി വീണ്ടും നമ്മുടെ റിവിഷൻ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു. ഇതിലൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ നടത്താത്തതിന്റെ കാരണം ഐ എം എ ഹിസ്റ്ററി ഫാക്കൽറ്റി, സബ്ജക്ട് എക്സ്പേർട്ട് ആണ്. ഓരോ ഓപ്ഷനും ഓരോ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ലെവലിൽ നമ്മൾ റിവിഷൻ പ്രോഗ്രാം നടത്തുന്നതായിരിക്കും. 19-ാം തീയതിയാണ്. സോ എല്ലാവരെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, ലൈക്കും സബ്സ്ക്രിപ്ഷനും മാത്രം പോരാ, കമന്റും ചെയ്യണം. കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ട് ഇടുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ട് അവരിടുന്നത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.